ഹലോ ഗൈസ്, ഷെയർസ്കോപ്പ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു ദിവസമാണ്. അതുപോലെ ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നൊരു ദിവസമാണ്. നമ്മളിന്ന് ട്രേഡ് എടുക്കാൻ പോകുന്നത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ എടുക്കാനാണ് വിചാരിക്കുന്നത്. ഇപ്പം നമുക്കത് കാണാം, രാവിലെ മുതലേ മാർക്കറ്റ് ഏകദേശം അപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്താണ് കുറച്ചൊന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നാൽ പോലും നമുക്ക് ഹയർ ഹൈസ് ഫോം ചെയ്തിട്ട് മുകളിലോട്ട് തന്നെയാണ് മാർക്കറ്റ് പോണത്. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തതുകൊണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു സപ്പോർട്ടിലാണെന്ന് കാണാം. അതുകൊണ്ട് സപ്പോർട്ടിൽ വന്നതുകൊണ്ടും പിന്നെ തിരിച്ച് താഴോട്ട് പോകാൻ സാധ്യതയില്ല എന്നത് തോന്നുന്നത്. കാരണം ഇന്നത്തെ ട്രെൻഡ് പൊതുവെ അപ്പാണല്ലോ. അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഒരു ചെറിയൊരു ടാർഗറ്റാണ് വെക്കാൻ പോകുന്നത്. തിരിച്ചൊരു ഷോർട്ട് കവറിങ് റാലി ഇപ്പം ഉണ്ടാവും. കാരണം ഒരുപാട് പുട്ട് ഓപ്ഷൻകാർ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവങ്ങളും കൂടി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് ഇതൊരു ബ്രേക്ക് ഔട്ട് പോയിൻ്റാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്താ പറയുക, ഒരു ഫ്ലാഗ് പോലെയോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ടിന് ചാൻസ് കാണുന്നൊരു സമയമാണ്. കാരണം നല്ലൊരു റാലി രാവിലെ തന്നിരുന്നു. അതിനുശേഷം പിന്നീട് അതിനുള്ളിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് മുകളിലോട്ട് പോകും എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. കാരണം ഇങ്ങനെയുള്ള യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസും കൂടിയാണ് വെക്കുന്നത്. വലിയൊരു സ്റ്റോപ്പ് ലോസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല. ഹൈ റിസ്ക് ട്രേഡാണ് ഇത്. എന്നെ സംബന്ധിച്ച് സാധാരണ ഞാനിങ്ങനെയുള്ള ട്രേഡ് എടുക്കാറില്ല. പിന്നെ ചെറിയൊരു റിസ്ക് ആയതുകൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ ടാർഗറ്റ് 1 അടിച്ചിരിക്കുകയാണ്. കാരണം ഒരുപാട് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് വീഡിയോ. ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ളത് നമ്മൾ ഏകദേശം ഈ ഒരു 24,380 ആ റേഞ്ചിലാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റായിട്ട് വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ നേരത്തെ വരച്ചിരുന്നല്ലോ ഹൊറിസോണ്ടൽ റെസിസ്റ്റൻറ്റ് ലൈൻ. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഔട്ട് പോയിൻ്റ് എന്നുള്ള നിലക്കാണ് ആ ഒരു പോയിൻ്റ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പാർഷ്യലായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്താണ് നമ്മൾ ഫുൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 24,404 ആ റേഞ്ചിലാണ് ഫുൾ ടാർഗറ്റ് വരിക. നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഏകദേശം 50% ബുക്ക് ചെയ്തു. അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ്. കാരണം ഈ ഒരു മാർക്കറ്റിൽ അത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റാണ്. ട്രേഡിൻ്റെ എടുക്കാനുള്ള ലോജിക്ക് സിമ്പിളാണ്. ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്. 3 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ കൂടാതെ തന്നെ സ്റ്റോക്ക് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ രാവിലത്തെ റേഞ്ചിനുള്ളിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് പോകുന്ന രീതിയിലാണ് സ്റ്റോക്കല്ല നിഫ്റ്റി മൂവ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് ഇതുപോലുള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കാൻ നിന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് അടിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നൽകിയെന്ന് പറയാം ഈ റെസിസ്റ്റൻറ്റ് ലൈനിന്. അപ്പോൾ 3 തവണ ആയി ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. 3 തവണയായിട്ടും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ രീതിയിലുള്ള റാലി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏർലി ട്രേഡ് എടുത്തു കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ എടുത്തത് കൊണ്ട് നമ്മൾ അത്രയും വലിയൊരു ടാർഗറ്റിലേക്കോ അല്ലെങ്കിൽ അത്രയും വലിയൊരു റിസ്ക്കോ എടുക്കുന്നില്ല. കാരണം ഇനിയും മുന്നോട്ടേക്ക് ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് അപ്സൈഡും നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല, ഒരുപാട് ഡൗൺ സൈഡും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമ്മളിപ്പോൾ പാർഷ്യലായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇനി ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ലോസിലോട്ട് പോകില്ല. നമ്മൾ നോ ലോസ് നോ പ്രോഫിറ്റ് എന്നുള്ള നിലയ്ക്ക് എക്സിറ്റ് ചെയ്യും.
ഗൈസ് നമുക്ക് അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ടാർഗറ്റ് ഹിറ്റായിരിക്കുകയാണ്. നമ്മൾ ടോട്ടലായിട്ട് ഈ ട്രേഡിൽ എടുത്തിരിക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറിൽ താഴെ സമയം മാത്രമേ നമ്മൾ ട്രേഡിൽ മൊത്തമായിട്ട് നിന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. ഇന്ന് ആകെ ഒരു ട്രേഡേ എടുക്കുന്നുള്ളൂ. കൂടുതൽ ട്രേഡിലോട്ടോ കാര്യങ്ങൾക്കോ ഒന്നും പോകുന്നില്ല. പിന്നെ അത് കൂടാണ്ട് 1-2 BTC റൺ ചെയ്യുന്നുണ്ട്. അത് മാത്രം ഹോൾഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നാളെ കാണാം ഗൈസ്.